എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ ട്യൂട്ടോറിയൽ ഓഫ് എക്സലാൻഡ് സിറ്റി. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ഫിഷിംഗ് ജോബിൻ്റെ ട്യൂട്ടോറിയലാണ്. നമുക്ക് ഫിഷിംഗ് ജോബ് അവൈലബിൾ ആയിട്ടുള്ളത് 8002ൻ്റെ അവിടെ എഫ് എന്നും പറഞ്ഞൊരു മാർക്കർ ഉണ്ടാവും. ആ ഒരു മാർക്കറിലാണ് നമുക്ക് ഫിഷിംഗ് ജോബ് ചെയ്യാൻ പറ്റുന്നത്. അവിടെ വരുമ്പോൾ ഒരു ബോട്ട് നിൽപ്പുണ്ടാവും. ആ ബോട്ടിൻ്റെ അടുത്ത് ചെല്ലുക. അവിടെ ചെന്നിട്ട് നമ്മുടെ ഓൾട്ട് മസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഫിഷിംഗ് ഷോപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫിഷിംഗ് ഷോപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ നിന്ന് ഫിഷ് ബൈറ്റ് വാങ്ങുക. ലെവൽ 1 ഐറ്റംസ് ആണ് ഇപ്പം നിലവിലുള്ളത്. നെറ്റ് വാങ്ങാം, ഫിഷ് നെറ്റ് വാങ്ങാം, നമ്മുടെ ഫിഷിംഗ് റോഡ് വാങ്ങാം. സോ ഇത്ര ഐറ്റംസ് വാങ്ങിയതിന് ശേഷം പേ ചെയ്യുക. ക്യാഷോ ബാങ്കോ ഏത് വഴിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റും. സോ ഇത്ര ഐറ്റംസ് നമ്മുടെ കയ്യിലേക്ക് നിലവിൽ വന്നിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് നമ്മൾ ഫിഷിംഗ് പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് അതിനടുത്ത് തന്നെയുള്ള ജസ്റ്റ് ആ വാട്ടറിൻ്റെ ഏരിയയിലൊരു നീല മാർക്കിങ് കാണാം. മാപ്പിൽ നമുക്ക് ഒരു വലിയൊരു നീല സോണ് പോലൊരു മാർക്കിംഗ് കാണാം. അവിടേക്ക് വരിക. അവിടേക്ക് വന്നതിന് ശേഷം നമുക്ക് ഈ ഒരു ഫിഷിംഗ് റോഡ് നമ്മുടെ ഹോട്ട് ബാറിലേക്ക് എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിരിക്കും. സോ ജസ്റ്റ് ആ രണ്ടും നമ്മുടെ റോഡും ആ നെറ്റും ഹോട്ട് ബാറിലേക്ക് എടുത്തിടുക. അതിനുശേഷം ജസ്റ്റ് 1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റോഡ് അവിടെ പ്ലേസ് ആവുന്ന കാണാം. റോഡ് അതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ 100% ആകുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്രീനിൽ ഒരു റൗണ്ട് വീല് വരും. അതിനകത്ത് കാണിക്കുന്ന നമ്പേഴ്സ് കറക്റ്റ് ആ ഒരു പിങ്ക് കളർ എത്തുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ കയ്യിലേക്ക് ഒരു ഫിഷ് ആഡ് ആയിട്ടുണ്ട്. വീണ്ടും അതേ കണക്ക് തന്നെ ഒന്നുകൂടെ ചെയ്യാം. നമുക്ക് ജസ്റ്റ് 1 ക്ലിക്ക് ചെയ്യുക. ഫിഷിംഗ് റോഡ് ആക്റ്റീവ് ആവും. ആൻഡ് പ്രോസസ്സിങ് 100% ആകുമ്പോഴത്തേക്ക് നമ്മൾ സ്ക്രീനിൽ വരുന്ന ആ റൗണ്ട് വീലിൽ കാണിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണോ ആ ഒരു നമ്പർ കൃത്യം ആ ഒരു പിങ്കിൻ്റെ സ്ഥലത്ത് വരുമ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മുടെ കയ്യിൽ ഫിഷ് ആഡ് ആവുന്നതായിരിക്കും. അടുത്തത് നെറ്റാണ്. നമ്മൾ ഹോട്ട് ബാർ 2ലാണ് ഇട്ടിരിക്കുന്നത്. സോ ജസ്റ്റ് 2 പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നെറ്റ് പ്ലേസ് ആവുന്ന കാണാം. റൈറ്റ് സൈഡിലൊരു ടൈം കാണിക്കുന്ന കാണാം. ഓക്കെ, 0 സെക്കൻഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ നെറ്റിനകത്തൊരു ഫിഷിനെ കാണിക്കുന്നുണ്ട്. ഒരു ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കളക്ട് ഫിഷ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കും. അതിനകത്ത് കളക്ട് ചെയ്യുക. സോ ഈ 2 രീതിയിലാണ് നിലവിൽ നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ഫിഷിംഗ് ജോബ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നമുക്കിനി എങ്ങനെയാണ് ഫിഷിംഗ് റോഡും ഫിഷിംഗ് നെറ്റും അപ്ഗ്രേഡ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ നേരത്തെ ഫിഷിങ്ങിന് ഷോപ്പ് ചെയ്ത അതേ സ്ഥലത്ത് അതേ ബോട്ടിനടുത്ത് വരിക. അവിടെ വന്നതിന് ശേഷം ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ഫിഷിംഗ് റോഡ് ആൻഡ് ഫിഷിംഗ് നെറ്റ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫിഷിംഗ് റോഡ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് ഫിഷിംഗ് റോഡ് ലെവൽ 1 കോഡ് ആൻഡ് സീബാസ്. ഈ കോഡും സീബാസ് എന്നും പറയുന്ന 2 എണ്ണം നമുക്ക് ആക്ച്വലി അത് രണ്ടും മീനുകളാണ്. നമ്മൾ പിടിക്കുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന മീനുകളാണ്. അതും പിന്നെ ഫിഷിംഗ് റോഡ് നമ്മൾ വാങ്ങിച്ചതുമാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ ഇത്രയും 3 ഐറ്റംസ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റൂ. ലെവൽ 2ലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമുക്ക് ജസ്റ്റ് അതെങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ജസ്റ്റ് അപ്ഗ്രേഡ് കൊടുക്കുക. അപ്ഗ്രേഡ് ഫിഷിംഗ് റോഡ് കൊടുക്കുക. നമുക്ക് ലെവൽ 2ൻ്റെ ആ ഒരു ഇതിനകത്ത് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫിഷിംഗ് അപ്ഗ്രേഡഡ് സക്സസ്ഫുൾ, ഫിഷിംഗ് അപ്ഗ്രേഡ് സക്സസ്ഫുൾ, ഫിഷിംഗ് റോഡ് ലെവൽ 2 എന്ന് നമുക്ക് കാണിച്ചു. ആൻഡ് വീണ്ടും നമുക്ക് അടുത്ത അപ്ഗ്രേഡിലേക്ക് ഫിഷിംഗ് ലെവൽ 3ലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ലെവൽ 2 ഒരിതും വേണം, ലെവൽ 2 റോഡും വേണം ഒരെണ്ണം. അത് കണക്ക് തന്നെ കോഡെന്ന് പറയുന്ന ഫിഷാണ്. സോ ഒരു കോഡും വേണ്ടതായിട്ടുണ്ടായിരുന്നു ലെവൽ 3ലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക. സോ ഇപ്പോൾ വീണ്ടും ലെവൽ 3ലേക്ക് അപ്ഗ്രേഡ് ആയിട്ടുണ്ട്. ആൻഡ് അത് നമുക്ക് ആ ലെവൽ 3 എന്നുള്ളത് നമ്മുടെ ഇൻവെൻറ്ററിയിൽ കാണിക്കും ക്ലിയർ ആയിട്ട്. സോ ഇങ്ങനെയാണ് നമ്മൾക്ക് ഫിഷിംഗ് നെറ്റും അതേപോലെ തന്നെ ഫിഷിംഗ് റോഡും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. ആ ഒരു മാപ്പിൽ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്കൊരു ഡോളറിൻ്റെ സിമ്പിൾ കാണാൻ പറ്റും. അവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബോട്ടിൻ്റെ അടുത്ത് വന്നതിന് ശേഷം നമ്മുടെ ഓൾട്ട് കീ പ്രസ് ചെയ്യുക. ഓൾട്ട് കീ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സെൽ ഫിഷിൻ്റെ ഓപ്ഷൻ കാണിക്കും. ഇവിടെ നിന്ന് നമ്മളിപ്പോൾ നിലവിൽ പിടിച്ച മീനുകളെല്ലാം നമുക്ക് സെല്ല് ചെയ്യാൻ സാധിക്കും. സോ ഇത്രയാണ് നിലവിൽ നമ്മുടെ സിറ്റിയിൽ ഫിഷിംഗ് ജോബ് എന്ന് പറയുന്നത്. ആൻഡ് സിമ്പിളാണ്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. അതിനുശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. ഞങ്ങൾ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.